ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യത്തെക്കുറിച്ചാണ്. മരണശേഷം എന്ത് സംഭവിക്കും? ഇതൊരു വല്ലാത്ത വിഷയമാണല്ലേ? കാരണം ഇത് സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ഒരു നാൾ ഈ യാത്രയുടെ അവസാനത്തിലെത്തും. ആ അവസാന ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ അതിനപ്പുറം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? ശരിക്കും ഈ ഒരു ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കേ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വലിയ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ ഒരുമിച്ച് ഒരു ശ്രമം നടത്തി നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ അവസാന ശ്വാസം നിലയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സ്നേഹിക്കുന്ന, നമ്മളെ വിട്ടുപോയവരെ വീണ്ടും കാണാൻ സാധിക്കുമോ? അതോ ഇതെല്ലാം വിട്ട് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണോ? ചിലപ്പോൾ നമ്മുടെ ബോധം, നമ്മുടെ ഞാൻ എന്ന തോന്നൽ ഒരു ആത്മാവായി ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്നുണ്ടാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടി മനുഷ്യൻ നടത്തിയ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ഒരു വലിയ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് ആ യാത്രയുടെ തുടക്കത്തിലേക്ക് പോകാം. പുരാതന തത്വചിന്തയുടെ ആഴങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പരീക്ഷണശാലകൾ വരെ നമുക്കൊന്ന് സഞ്ചരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഈ യാത്രയില് എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആദ്യം തന്നെ മനുഷ്യരാശിയുടെ ഏറ്റവും പുരാതനമായ ഈ ചോദ്യം എത്രത്തോളം ആഴമുള്ളതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ആത്മാവിനെക്കുറിച്ച് പണ്ടത്തെ ചിന്തകരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് നോക്കാം. അവിടെ നിന്ന് നേരെ നമ്മൾ സയൻസിലേക്ക് വരും. നമ്മുടെ ശരീരത്തെയും ബോധത്തെയും നിയന്ത്രിക്കുന്ന ആ കൺട്രോൾ പാനൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. പിന്നെ മരണമെന്ന് പറയുന്നത് ഒന്നല്ല, രണ്ടായിട്ടാണ് ശാസ്ത്രം കാണുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. അവസാനം നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു വലിയ റീസൈക്ലിങ്ങിന്റെ ഭാഗമായി മാറുന്നതെന്ന് അത്ഭുതകരമായ പ്രക്രിയയ്ക്ക് നമ്മൾ സാക്ഷികളാകും. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് പോകാം. ശാസ്ത്രം ഇന്നത്തെ പോലെ വളർന്നിട്ടില്ലാത്തൊരു കാലം. അന്ന് നമ്മുടെ പൂർവികർ ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് പ്രപഞ്ചത്തിന്റെ താളത്തിനും സ്വന്തം മനസ്സിന്റെ ഉള്ളറകളിലേക്കും ഒരുപോലെ കാതോർത്തു. ആ ഒരു അന്വേഷണത്തിൽ നിന്നാണ് ആത്മാവിനെക്കുറിച്ചുള്ള ആദ്യത്തെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒന്ന് സങ്കല്പിച്ചു നോക്കിക്കേ, ഇന്നത്തെ പോലെ ശക്തമായ മൈക്രോസ്കോപ്പുകളോ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് നോക്കാൻ സഹായിക്കുന്ന സ്കാനിംഗ് മെഷീനുകളോ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. അന്ന് മനുഷ്യന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉപകരണമെന്ന് പറയുന്നത് അവന്റെ ചിന്താശേഷി മാത്രമായിരുന്നു. ജീവിതം, മരണം, ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഈ പ്രപഞ്ചം, ഇതിനെക്കുറിച്ചൊക്കെ അവർ രാവും പകലും ഇരുന്ന് ആഴത്തിൽ ചിന്തിച്ചു. ആ ഒരു ചിന്തയിൽ നിന്നാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ആശയങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. പുരാതന ഗ്രീക്ക് ചിന്തകന്മാരാണ് ഈ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന ആശയത്തിന് വളരെ വ്യക്തമായൊരു രൂപം കൊടുത്തത്. അവരുടെ വിശ്വാസം എന്തായിരുന്നെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രത്യേകതരം ഊർജ്ജമുണ്ട്. അത് നശിക്കാത്തതാണ്, അമർത്യമാണ്. അതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ചിന്തകളും സ്നേഹവും ദേഷ്യവും സ്വപ്നങ്ങളും എല്ലാത്തിന്റെ ഉറവിടം അതാണ്. അപ്പോൾ മരണശേഷം നമ്മുടെ ശരീരം മണ്ണിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ ആത്മാവ് നശിക്കുന്നില്ല. പകരം അതൊരു വലിയ പ്രപഞ്ചിക ഊർജ്ജ സ്രോതസ്സിലേക്ക്, അവരതിനെ സൂപ്പർ സ്പിരിറ്റ് എന്ന് വിളിച്ചു, ആ പരമാത്മാവിലേക്ക് തിരികെ ലയിക്കുന്നു. ഒരു ചെറിയ പുഴ ഒഴുകി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവസാനം അത് എവിടുന്നാണോ ഉത്ഭവിച്ചത് ആ വലിയ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതുപോലെ ഓരോ ആത്മാവും അതിന്റെ യഥാർത്ഥ ഉറവിടമായ പരമാത്മാവിലേക്ക് മടങ്ങിയെത്തുന്നു എന്നായിരുന്നു അവരുടെ ആ മനോഹരമായ സങ്കല്പം. ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ചോദ്യത്തിന് എത്ര വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഗ്രീക്കുകാർ ആത്മാവ് ഒരു വലിയ പ്രപഞ്ചിക ശക്തിയിൽ ലയിക്കുമെന്ന് കരുതിയപ്പോൾ പുരാതന ഈജിപ്തുകാർക്ക് വേറൊരു വിശ്വാസമായിരുന്നു. അവരുടെ കാഴ്ചപ്പാട് കാന്ന് പറയുന്ന ഒരു ജീവശക്തി മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും. പക്ഷേ ആ ശരീരം കേടുകൂടാതെ ഒരു മമ്മിയായി സൂക്ഷിച്ചാൽ ആ ജീവശക്തിക്ക് എന്തെങ്കിലും ഒരിക്കൽ തിരികെ വരാൻ സാധിക്കുമെന്നും അങ്ങനെ മരണത്തിനു ശേഷവും ഒരു ജീവിതം സാധ്യമാകുമെന്നും അവർ വിശ്വസിച്ചു. പക്ഷെ കിഴക്കോട്ട് വന്നാൽ ബുദ്ധമതത്തിൽ ഒരു വ്യക്തിഗത ആത്മാവ് എന്നൊരു സങ്കല്പമേയില്ല. പകരം നമ്മുടെ ബോധം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. മരണശേഷം ആ ബോധം അതിന്റെ ഉറവിടമായ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും ഭാഗമായി തീരുന്നു എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട തത്വചിന്തയുടെ ലോകത്ത് നിന്ന് നമുക്കിനി നേരെ ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാം. ഇന്ന് ജീവൻ, ബോധം അല്ലെങ്കിൽ ഞാൻ എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ശാസ്ത്രം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു സ്ഥലത്തേക്കാണ്: നമ്മുടെ തലച്ചോറ്, നമ്മുടെ ശരീരത്തിന്റെ കൺട്രോൾ പാനൽ. നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ സ്നേഹം, ദേഷ്യം, ചിന്തകൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒന്നാണ് നമ്മുടെ ബോധം.
ശാസ്ത്രീയമായി പറഞ്ഞാൽ ഈ ബോധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾക്കിടയിൽ നിരന്തരം സംഭവിക്കുന്ന വൈദ്യുത സിഗ്നലുകളുടെ ഒരു വലിയ സിംഫണിയാണ്. തലച്ചോറിലെ സെറിബ്രം എന്ന ഭാഗമാണ് ഈ ഓർക്കസ്ട്രയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഈ നിലയ്ക്കാത്ത വൈദ്യുത പ്രവാഹമാണ്. ഇതിനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെയൊന്ന് ഉപമിക്കാം. നമ്മുടെ ശരീരമെന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു മെഷീനാണ്. ആ മെഷീന്റെ കൺട്രോൾ പാനലാണ് നമ്മുടെ തലച്ചോറ്. ഈ കൺട്രോൾ പാനൽ പ്രവർത്തിക്കുന്നത് വൈദ്യുതി കൊണ്ടാണ്, അതായത് തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ. ആ വൈദ്യുതി നിലച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെയാണ് മരണത്തിലും സംഭവിക്കുന്നത്. അപ്പോ തലച്ചോറിലെ വൈദ്യുതി നിലയ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പോലെ ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ശാസ്ത്രീയമായി നോക്കിയാൽ മരണം എന്നത് 2 പ്രധാന ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ്. ഒന്ന് ക്ലിനിക്കൽ ഡെത്ത്, 2 ബ്രെയിൻ ഡെത്ത്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ജീവിതവും മരണവും തമ്മിലുള്ള ആ നേർത്ത വര എവിടെയാണെന്ന് മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. ഈ 2 അവസ്ഥകളും തമ്മിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം തലച്ചോറിലെ വൈദ്യുത പ്രവർത്തനമാണ്. ക്ലിനിക്കൽ മരണത്തെ നമുക്കൊരു താൽക്കാലിക പവർ കട്ടിനോട് ഉപമിക്കാം. അതായത് നിങ്ങളുടെ നാട്ടിൽ കറണ്ട് പോയി, ലൈറ്റുകളും ഫാനും ഒക്കെ ഓഫായി. പക്ഷേ പ്രധാന പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ഇപ്പോഴും വരുന്നുണ്ട്. ഒരു ഫ്യൂസ് പോയതോ മറ്റോ ആകാം കാരണം. അത് ശരിയാക്കിയാൽ കറണ്ട് തിരികെ വരും. അതുപോലെ ക്ലിനിക്കൽ മരണത്തിൽ ഹൃദയവും ശ്വാസവും നിലച്ചാലും തലച്ചോറിനുള്ളിൽ വളരെ നേരിയ തോതിൽ ഒരു മിന്നാമിനുങ്ങിന്റെ വെളിച്ചം പോലെ വൈദ്യുത സിഗ്നലുകൾ അവശേഷിക്കുന്നുണ്ടാകാം. വെന്റിലേറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ ഫ്യൂസ് മാറ്റിയാൽ ശരീരത്തെ ഒരുപക്ഷേ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചേക്കാം. പക്ഷേ ബ്രെയിൻ ഡെത്ത് അങ്ങനെയല്ല. അത് പ്രധാന പവർ പ്ലാന്റ് തന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടുന്നത് പോലെയാണ്. തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾക്കിടയിലെ എല്ലാ വൈദ്യുത സിഗ്നലുകളും പൂർണ്ണമായും എന്നേക്കുമായി നിലയ്ക്കുന്നു. ആ മഹത്തായ സിംഫണി അവിടെ അവസാനിക്കുന്നു. പിന്നെ ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രവും ലോകമെമ്പാടുമുള്ള നിയമങ്ങളും ഒരു വ്യക്തി മരിച്ചു എന്ന് അന്തിമമായി സ്ഥിരീകരിക്കുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമ്പോഴാണ്. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അവസാനം. ആ കൺട്രോൾ പാനൽ എന്നേക്കുമായി ഓഫായിരിക്കുന്നു. നമ്മുടെ ബോധത്തിന്റെ വെളിച്ചം പൂർണ്ണമായും അണഞ്ഞിരിക്കുന്നു. ശരി, അപ്പൊ തലച്ചോറിലെ വൈദ്യുത സിഗ്നലുകൾ പൂർണ്ണമായും നിലച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ശരീരത്തിന് എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞാൽ ഇതൊരു അവസാനമല്ല, മറിച്ച് ഒരു വലിയ രൂപമാറ്റത്തിന്റെ തുടക്കമാണ്. പ്രകൃതിയുടെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് പ്രോസസ്. ബ്രെയിൻ ഡെത്തിന് ശേഷം നമ്മുടെ ശരീരം വളരെ ചിട്ടയായ ഒരു ഷട്ട്ഡൗൺ പ്രക്രിയയിലൂടെ കടന്നുപോകും. ആദ്യം ശ്വാസം നിൽക്കുന്നു, പിന്നെ ഹൃദയം അതിന്റെ അവസാനത്തെ മിടിപ്പും പൂർത്തിയാക്കുന്നു. അതോടെ ശരീരത്തിലെ രക്തയോട്ടം നിലയ്ക്കുന്നു. അതിനുശേഷം ശരീരത്തിലെ രാസമാറ്റങ്ങൾ കാരണം പേശികളൊക്കെ ഉറയ്ക്കാൻ തുടങ്ങും. പക്ഷേ ഏറ്റവും നിർണായകമായ മാറ്റം സംഭവിക്കുന്നത് അതിനുശേഷമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരുന്ന നമ്മുടെ പ്രതിരോധ സംവിധാനം ഇല്ലാതാവുന്നതോടെ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ജീവിച്ചിരുന്ന കോടിക്കണക്കിന് ബാക്ടീരിയകൾക്ക് ഒരു പുതിയ ദൗത്യം കിട്ടുന്നു. അവ നമ്മുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് വിഘടിപ്പിക്കാൻ തുടങ്ങുന്നു. അവസാനം ഈ ശരീരം മണ്ണിലെ മറ്റു സൂക്ഷ്മജീവികളും ബാക്ടീരിയകളും ചേർന്ന് അത് നിർമ്മിക്കപ്പെട്ട അടിസ്ഥാനപരമായ തന്മാത്രകളായും മൂലകങ്ങളായും മാറ്റുന്നു. അതായത് നമ്മൾ ഇല്ലാതായി പോവുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു ചേരുകയാണ്. ഇതൊരു അവസാനമല്ല, ഇതൊരു രൂപമാറ്റം മാത്രമാണ്. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഒരു കാലത്ത് ഈ ലോകത്ത് ജീവിച്ചിരുന്ന മറ്റൊരാളുടെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഒരു തന്മാത്രയെങ്കിലും അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായൊരു സത്യം. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ഈ മഹത്തായ പുനഃചംക്രമണത്തിന്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഷേക്സ്പിയറിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഒരു കാർബൺ ആറ്റം ഒരുപക്ഷെ ഇന്ന് ഒരു മരത്തിന്റെ ഇലയിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നുണ്ടാകാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിനോസർ ശ്വസിച്ച ഓക്സിജൻ ആറ്റം ഇന്ന് നമ്മുടെ ശ്വാസകോശത്തിൽ നമുക്ക് ജീവൻ നൽകുന്നുണ്ടാകാം. നമ്മളെല്ലാവരും ഒരേ പ്രപഞ്ചിക ഘടകങ്ങൾ പങ്കുവെക്കുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ്. അപ്പോ നമ്മൾ എവിടെയാണ് അവസാനിക്കുന്നത്? എവിടെയാണ് തുടങ്ങുന്നത്? ഒരു തിരമാല അതിന്റെ യാത്ര പൂർത്തിയാക്കി കടലിൽ അലിയുമ്പോൾ അതില്ലാതാവുന്നില്ല, അല്ലേ? അത് വീണ്ടും വെള്ളമായി മാറുന്നു, മറ്റൊരു പുതിയ തിരമാലയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ അതുപോലെ ഒരു ജീവിതം അവസാനിക്കുന്നത് മറ്റൊരു രൂപത്തിലുള്ള ഒരു നിലനിൽപ്പിന്റെ തുടക്കമായിരിക്കാം. അങ്ങനെയെങ്കിൽ മരണമെന്നത്
ജീവിതത്തിന്റെ അവസാനമാണോ അതോ ജീവിതത്തിന്റെ യഥാർത്ഥ നിർവചനം തന്നെയാണോ? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു. അപ്പോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം. കണ്ടതിന് നന്ദി. തുടർന്നും കാണുക.